അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ OnePlus Nord 2 വേഴ്സസ് Poco F3 GTയുടെ കമ്പാരിസൺ ആയിരിക്കും നടത്താൻ പോകുന്നത്. ഏത് സ്മാർട്ട് ഫോൺ ആണ് വാങ്ങിക്കേണ്ടതെന്ന്. ഇപ്പോൾ OnePlus Nord നില ലോഞ്ച് ആയ ഫോണാണ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും തന്നെ അല്ലായിരുന്നു. അതിനേക്കാളും ഒക്കെ നല്ല ഫോണായിട്ട് തന്നെ ഇറങ്ങി. ഇപ്പോൾ OnePlus 9 സീരീസും OnePlus Nord C വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം OnePlus ഒരു അപ്ഗ്രേഡ് ആയിട്ടൊരു സ്മാർട്ട് ഫോൺ ആണ് ഇറക്കിയിരിക്കുന്നത്. OnePlus Nord വെച്ച് നോക്കുമ്പോൾ OnePlus Nord നമുക്ക് പറയാൻ പറ്റി പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്കൊരു പേടിയുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. അത് സോഫ്റ്റ്വെയറിലൊക്കെ തന്നെയാണ്. ബാക്കി നമുക്ക് പറയാൻ പറ്റും എല്ലാം തന്നെ. പ്രൈസിങ് നമുക്ക് പറയാൻ പറ്റും ഓക്കെ തന്നെയാണ്, ഡീസെന്റ് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ Poco F3 GT ഇന്ന് ലോഞ്ച് ആയ ഫോണാണ്. ഇതും നമുക്ക് പറയാൻ പറ്റും നല്ല ഫോൺ തന്നെയാണ്. ഞാൻ ആദ്യമേ തന്നെ പറയാണ്, രണ്ടും വേറെ ഫോൺസ് ആണ്. ഇപ്പൊ Poco F3 GT ഒരു ഗെയിമിങ്ങിനുള്ള ഫോണാണ്. ഇപ്പൊ ഗെയിമിംഗ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഗെയിമറാണ്, നിങ്ങൾക്ക് ഗെയിമിംഗ് തന്നെയാണ് ആ ഫോൺ ചെയ്യണമെങ്കിൽ Poco F3 GT ഒരു നല്ല ഓപ്ഷൻ തന്നെയായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണം, മറ്റുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യണം, ക്യാമറാസ് ആയിക്കോട്ടെ, സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഒരു സ്മാർട്ട് ഫോൺ. അത് ആ കേസിൽ ഞാൻ പറയുന്നത് OnePlus Nord 2 ഒരു നല്ല ഫോൺ തന്നെയായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ രണ്ട് സ്മാർട്ട് ഫോൺസ് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ പറ്റി സംസാരിക്കാം. ഇപ്പോൾ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ OnePlus Nord 2 ഞാൻ പറഞ്ഞായിരുന്നു OnePlus 9R പോലത്തെ ടൈപ്പ് ഉള്ള ഡിസൈൻ ആണ് നിങ്ങൾക്ക് ഈ ഫോണിൽ കിട്ടുന്നത്. ഇത് ഗ്ലാസ് ബാക്കോടെയാണ് വരുന്നത്. പിന്നെ Poco F3 GTയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇത് ഗെയിമേഴ്സിന് വേണ്ടിയുള്ള ഫോണാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഗ്ലാസ് ബാക്ക് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിനകത്ത് ബാക്കിൽ ഒരു പ്രത്യേകതയുണ്ട്. അതാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറ മോഡ്യൂളിന്റെ അവിടെ ഒരു RGB ലൈറ്റിംഗ് പോലെ കിട്ടുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ROG ഫോണൊക്കെ നിങ്ങൾ കണ്ടു കാണായിരിക്കും അതിന്റെ ലോഗോയുടെ അവിടെ. അതുപോലത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. അതൊരു നല്ല സംഭവം തന്നെയാണ്. കൂൾ ഫീച്ചർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഗെയിമിങ്ങിന് വേണ്ടിയാണ് ഈ ഫോണൊക്കെ ഡിസൈൻ ചെയ്തത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവർ ഈ ഫോണകത്ത് വെച്ചത്. പക്ഷെ OnePlus Nord 2 അതുപോലത്തെ സംഭവങ്ങൾ ഒന്നും തന്നെ ഇല്ല. പക്ഷെ OnePlus Nord 2 ഒരു ഡൗൺ സൈഡ് ഉണ്ട്. ഈ സ്മാർട്ട് ഫോൺ വരുന്നത് പ്ലാസ്റ്റിക് ഫ്രെയിമിലാണ്. അതൊരു ഡൗൺ സൈഡ് ആയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് Poco F3 GTയിൽ കിട്ടുന്ന മെറ്റാലിക് ഫ്രെയിം ആണ്. അത് നല്ല സംഭവം തന്നെയാണ്. പിന്നെ Poco F3 GT ഒരു ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് ട്രിഗേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് സ്പെഷ്യൽ ട്രിഗേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ROG ഫോണൊക്കെ യൂസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അറിയാം അതുപോലത്തെ ചില ഫീച്ചേഴ്സ് ട്രിഗേഴ്സ്. ഇപ്പൊ നിങ്ങൾക്ക് ഫയർ ചെയ്യണം, ഷൂട്ട് ചെയ്യണം, അപ്പൊ അതുപോലത്തെ ഉള്ള ബട്ടൺസും ട്രിഗേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ആ ഫോണകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് Poco F3 GTയിലുണ്ട്. പക്ഷെ OnePlus Nord 2ഇല്ല. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് Poco F3 GTയിലുണ്ട്. പക്ഷെ രണ്ട് ഫോണകത്ത് ഒരു ഡൗൺ സൈഡ് എന്ന് വെച്ചാൽ രണ്ട് ഫോണിലും ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. Poco F3 GTയിലെങ്കിലും അവർക്ക് വെക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു ഗെയിമിംഗ് ഫോണാണ്. അതൊരു ഡൗൺ സൈഡ് തന്നെ. ഇത് പോക്കോയ്ക്ക് അത് OnePlus പോട്ട് വിചാരിക്കും. പക്ഷേ ഇതൊരു ഗെയിമിംഗ് ഫോൺ ആയിട്ട് അവർക്ക് വെക്കായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉള്ളായിരുന്നു എല്ലാ കാര്യങ്ങളൊക്കെ. പിന്നെ രണ്ട് സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ നെക്സ്റ്റ് രണ്ട് സ്മാർട്ട് ഫോൺസ് വെയിറ്റും കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് Poco F3 GT ഒരു ഹെവിയർ ഫോൺ ആയിരിക്കും. ഇത് 205 ഗ്രാംസോടെയാണ് വരുന്നത്. അതേസമയം OnePlus Nord വരുന്നത് 189 ഗ്രാംസിന്റെ ആണ്. പിന്നെ രണ്ട് സ്മാർട്ട് ഫോണത്തും ഗ്ലാസ് ബാക്ക് ആണ്. അത് Gorilla Glass 5 സപ്പോർട്ട് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളായിരുന്നു എല്ലാ കാര്യങ്ങളൊക്കെ ഇതിനകത്ത്. അപ്പോൾ നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേസും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ Poco F3 GTക്കകത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഇതൊരു ഗെയിമിംഗ് ഫോണാണ്. അപ്പോൾ OnePlus Nord 2ന്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ നോഡിന്റെ അതേ സ്പെസിഫിക്കേഷൻ ആണ്. 6.4 ഇഞ്ചിന്റെ നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഇത് 90 Hz ആണ്. HDR10+ സപ്പോർട്ട് ഉണ്ട്. Gorilla Glass 5 സപ്പോർട്ട് ഒക്കെ ഉണ്ട് ഈ സ്മാർട്ട് ഫോണിനകത്ത്. അതേസമയം Poco F3 GTയെ പറ്റി പറയുകയാണെങ്കിൽ 6.67 ഇഞ്ചിന്റെ നിങ്ങൾക്ക് OLED സ്ക്രീൻ ആണ് കിട്ടുന്നത്. ഇത് 120 Hz ആണ്. Nord 2നകത്ത് കിട്ടുന്നത് 90 Hz ആണ്. ഇതൊരു ഗെയിമിംഗ് ഫോണാണ്. അതും കൂടെ നിങ്ങൾ നോക്കണം. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ സ്മാർട്ട് ഫോണകത്ത് 480 Hzന്റെ ടച്ച് സാമ്പിൾ റേറ്റ് ഉണ്ട്. അതൊരു നല്ല സംഭവം തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ഗെയിമിംഗ് ചെയ്യണം, നിങ്ങൾക്ക് നല്ല റെസ്പോൺസ് ആയിരിക്കും സ്ക്രീനിലൊക്കെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സംഭവം Poco F3 GTയിലുണ്ട്. പക്ഷെ OnePlus Nord 2നകത്ത് ഒന്നും തന്നെയില്ല. പിന്നെ കുറച്ചുകൂടെ വലിയ സ്ക്രീൻ ആയിരിക്കും Poco F3 GTക്കകത്ത്. പക്ഷെ ഇവർ വിളിക്കുന്നത് പോക്കോക്കാർ വിളിക്കുന്നത് ഒരു ടർബോ ഡിസ്പ്ലേ എന്നൊക്കെയാണ്. അപ്പോൾ ഇതുപോലത്തെ പേര് ഇതിനകത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ Poco F3 GTക്കകത്ത് നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ കിട്ടുന്നുണ്ട്. അതാണ് 10 ബിറ്റ് ഡിസ്പ്ലേസ്. അപ്പോൾ 1 ബില്യൺ കളേഴ്സ് ആയിരിക്കും ഈ ഫോണിന്റെ ഡിസ്പ്ലേക്കകത്ത് കിട്ടാൻ പോകുന്നത് ഒക്കെയാണ് ഇതിന്റെ അർത്ഥം. 10 ബിറ്റ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ Gorilla Glass 5 ആണ്. പിന്നെ ഇത് 1080p സ്ക്രീൻ ആണ്. 1440p ഒന്നുമല്ല. അപ്പോൾ 1080pയും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല ഡിസ്പ്ലേ തന്നെയാണ്. ഗെയിമേഴ്സിന് വേണ്ടിയുള്ള ഒരു ഡിസ്പ്ലേ ആണ്. 480 Hzന്റെ നിങ്ങൾക്ക് ടച്ച് സാമ്പിൾ റേറ്റ് ഉണ്ട്. അത് തന്നെ ഒരു വലിയ സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ സ്മാർട്ട് ഫോണകത്ത് ബെറ്റർ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത് Nord 2 ഒക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നെക്സ്റ്റ് രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ പെർഫോമൻസും കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോണകത്ത് നിങ്ങൾക്ക് അതേ ചിപ്സെറ്റ് തന്നെയാണ് കിട്ടുന്നത്. ഞാൻ നേരത്തെ പല വീഡിയോസിനകത്ത് പറഞ്ഞായിരുന്നു. MediaTekന്റെ Dimensity 1200 5G ചിപ്സെറ്റ് ആണ്. 6nm ബേസ്ഡ് ആണ്. പിന്നെ GPU ആണെങ്കിൽ Mali G77 ആണ് രണ്ട് സ്മാർട്ട് ഫോണകത്തും. പിന്നെ 5G പറ്റി പറയുകയാണെങ്കിൽ OnePlus Nord 2 ഞാൻ കേട്ടായിരുന്നു നിങ്ങൾക്ക് 7 ബാൻഡ്സ് ആണ് കിട്ടുന്നത്. അതൊരു പൊളി സംഭവമാണ് നമുക്ക് പറയാൻ പറ്റും.
അപ്പോൾ നിങ്ങൾ നേരത്തെ കുറേ OnePlus ഫോണകത്ത് കണ്ടാൽ 1-2 ബാൻഡൊക്കെ, പക്ഷേ ഇപ്രാവശ്യം 7 ബാൻഡ്സ് ഒക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതേ സെയിം ആയിരിക്കും Poco F3 GT. Poco F3 GT ഞാൻ ഇതുവരെ കൺഫേം ഒന്നുമില്ല, ഫോൺ ഇപ്പോൾ ലോഞ്ച് ആയതേ ഉള്ളൂ. പക്ഷെ OnePlus Note 2 പറയുന്ന 7 ബാൻഡ്സ് ഒക്കെയാണ്. അപ്പോൾ അതേ സെയിം ആയിരിക്കും Poco F3 GT നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് 5G ബാൻഡ്സും പെർഫോമൻസിനെ പറ്റി. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് Poco F3 GT കൂളിംഗ് സിസ്റ്റമും ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഗെയിമിംഗ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് Poco F3 GT ആയിരിക്കും ബെറ്റർ ഫോൺ. പക്ഷേ OnePlus Note 2 നിങ്ങൾ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ കൂടുതൽ ബെറ്റർ ഫോൺ ഗെയിമിങ്ങിന് മാത്രം നിങ്ങൾ പോവുകയാണെങ്കിൽ Poco F3 GT ആയിരിക്കും ഓൾറൗണ്ടർ ഗെയിമിങ്ങിനൊക്കെ. അപ്പോൾ നെക്സ്റ്റ് 2 സ്മാർട്ട് ഫോൺസിന്റെ സ്റ്റോറേജ് വേരിയൻസും കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ Poco F3 GTക്കകത്ത് നിങ്ങൾക്ക് 128GB 6GB റാം വേരിയന്റ് കിട്ടുന്നുണ്ട്. പിന്നെ 128GB 8GB റാം വേരിയന്റ് ഉണ്ട്. പിന്നെ 256GB 8GB റാം വേരിയന്റ് ഉണ്ട്. പിന്നെ UFS 3.1 സപ്പോർട്ടാണ് നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിൽ കിട്ടുന്നത്. പിന്നെ OnePlus Note 2-നകത്ത് നിങ്ങൾക്ക് 128GB 6GB റാം വേരിയന്റ് ഉണ്ട്. പിന്നെ 128GB 8GB റാം വേരിയന്റ് ഉണ്ട്. പിന്നെ 256GB 12GB റാം വേരിയന്റ് ഉണ്ട്. ഇതൊക്കെയാണ് OnePlus Note 2-നകത്ത്. പക്ഷെ 128GB 6GB റാം വേരിയന്റ് കുറച്ച് കാലം കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവർ ചിലപ്പോൾ മാറ്റിയേക്കാം. പിന്നെ അവരുടെ ഹയർ വേരിയൻസ് ആയിരിക്കും വിൽക്കുന്നത്, അവർക്ക് കൂടുതൽ കാശ് ഉണ്ടാക്കാൻ വേണ്ടി. അതുപോലത്തെ സംഭവം OnePlus ഒക്കെ ചെയ്തേക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ UFS 3.1 സപ്പോർട്ട് ഈ സ്മാർട്ട് ഫോണകത്തുണ്ട്. അപ്പോൾ 2 സ്മാർട്ട് ഫോണകത്ത് നിങ്ങൾക്ക് SD കാർഡ് സ്ലോട്ട് ഒന്നും തന്നെ കിട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ സ്റ്റോറേജ് വേരിയൻസിനകത്ത്. അപ്പോൾ നെക്സ്റ്റ് 2 സ്മാർട്ട് ഫോൺസിന്റെ ക്യാമറാസും കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ OnePlus Note 2-നകത്ത് നിങ്ങൾക്ക് 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കിട്ടുന്നത്. പിന്നെ 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ കിട്ടുന്നുണ്ട്. 2 മെഗാപിക്സലിന്റെ മാക്രോ ക്യാമറ കിട്ടുന്നുണ്ട്. ഇപ്രാവശ്യം പറയുന്നത് OnePlus Note 2-ന്റെ ക്യാമറ Note 1-ഉമായിട്ട് കുറച്ചുകൂടെ നല്ല ഫോട്ടോസ് ആണ് ക്ലിക്ക് ചെയ്തത്. പറഞ്ഞ ബെറ്റർ ഫോട്ടോസ് ആണ്. ഇപ്പൊ നിങ്ങൾ OnePlus 9 സീരീസ് 8 സീരീസ് കമ്പയർ ചെയ്യാൻ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ Note 1-ൽ നിന്ന് Note 2-നകത്ത് ക്യാമറാസിനകത്ത് വലിയൊരു വ്യത്യാസമാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ OnePlus Note 2-നകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് 50 മെഗാപിക്സലിന്റെ IMX766 സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ Poco F3 GTയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് 64 മെഗാപിക്സൽ ഒംനിവിഷൻ സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത് മെയിൻ ക്യാമറയ്ക്കകത്ത്. പിന്നെ അതേ സെയിം ആണ് 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ, 2 മെഗാപിക്സലിന്റെ മാക്രോ ക്യാമറ കിട്ടുന്നുണ്ട് ഈ സ്മാർട്ട് ഫോണകത്ത്. അപ്പോൾ ഇതൊക്കെ ഉള്ളായിരുന്നു എല്ലാ കാര്യങ്ങളൊക്കെ Poco F3 GTക്കകത്ത്. പിന്നെ സെൽഫി ക്യാമറയ്ക്കകത്ത് പറയുകയാണെങ്കിൽ Poco F3 GT 16 മെഗാപിക്സലിലാണ്, അതേസമയം OnePlus Note 2-ന്റെ 32 മെഗാപിക്സലിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ. അപ്പോൾ ക്യാമറാസിൽ എനിക്ക് തോന്നുന്നു OnePlus Note 2 ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. OnePlus Note 2 Poco F3 GTയുടെ ഫോൺസ് കമ്പയർ ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ സ്പെക്സ് ഒക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു OnePlus Note 2-ന്റെ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ക്യാമറ. കാരണം എന്ന് വെച്ചാൽ OnePlus Note 2 എന്ന് പറഞ്ഞ ഓൾറൗണ്ടർ ഒരു സ്മാർട്ട് ഫോൺ. ഓൾറൗണ്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളകത്തും. പക്ഷേ നിങ്ങൾ Poco F3 GT നോക്കുമ്പോൾ അതൊരു ഗെയിമിങ്ങിന് വേണ്ടിയാണ്. ഗെയിമിങ്ങിന് അവരെല്ലാ ശക്തി അവരുടെ സ്മാർട്ട് ഫോണകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ക്യാമറാസിൽ അവർക്ക് എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഓംനിവിഷൻ സെൻസറാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോണകത്ത് സോണിയുടെ IMX766 ആണ്. സോണിയുടെ IMX766 സെൻസറാണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി നമ്മൾ ഫോൺ യൂസ് ചെയ്താലെല്ലാം പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ OnePlus-ന്റെ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ക്യാമറാസ് ഒക്കെ. പിന്നെ 4K റെക്കോർഡിംഗ് 2 സ്മാർട്ട് ഫോണകത്ത് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ 1080p വീഡിയോസ് നിങ്ങൾക്ക് Poco F3 GTയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത്. പിന്നെ അതേസമയം OnePlus Note 2-ൽ പറയുന്നത് 4K വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളായിരുന്നു എല്ലാ കാര്യങ്ങളൊക്കെ ക്യാമറാസിനകത്തൊക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ള OnePlus Note 2 ആയിരിക്കും ബെറ്റർ സ്പെസിഫിക്കേഷൻ വൈസ് ഒക്കെ. പക്ഷെ നമ്മൾ ആക്ച്വലി ഫോൺ കമ്പയർ ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കാം എന്താണെന്ന്. അപ്പോൾ നെക്സ്റ്റ് 2 സ്മാർട്ട് ഫോണിന്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് OnePlus Note 2-നകത്ത് ചെറുതായിട്ട് ഡൗട്ട് അടിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ബീബൂമിന്റെ വീഡിയോക്കകത്ത് അവർ കാണിച്ചായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ബീബൂം ആരാണെന്ന് അറിയാമെങ്കിൽ അവരുടെ വീഡിയോക്കകത്ത് കാണിച്ചായിരുന്നു. OnePlus Note 2-യും OnePlus 9 സീരീസും നിങ്ങൾ കമ്പയർ ചെയ്യപ്പം OnePlus Note 2 ചെറുതായിട്ട് അവർക്ക് കളറോയ്സിന്റെ ഒരു സെറ്റപ്പാണ് നിങ്ങൾക്ക് ആ സ്മാർട്ട് ഫോണകത്ത് കിട്ടുന്നത്. OnePlus 9 സീരീസ് ഒക്കെ വെച്ച് നോക്കാം. അവരുടെ ക്യാമറ ആപ്പിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ OnePlus 9 സീരീസോ Note 1 പോലെ ഒന്നുമല്ല. അവരുടെ വേറെ പോലെയാണ്, Realme UI പോലെയൊക്കെ തന്നെയാണ് പറയാൻ പറ്റും. കളറോയ്സ് പോലെയൊക്കെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതുപോലത്തെ സംഭവങ്ങളാണ് ഈ സ്മാർട്ട് ഫോണകത്ത് കിട്ടുന്നത്. ചിലപ്പോൾ Android 12 ആകുമ്പോൾ ആ സ്മാർട്ട് ഫോൺ ഫുള്ളി തന്നെ മാറിയേക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അപ്ഡേറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കിട്ടും, 3 കൊല്ലത്തെ സെക്യൂരിറ്റി പാച്ച് കിട്ടും. അതേസമയം Poco F3 GT നമുക്ക് പറയാൻ പറ്റും ഒന്നും കൺഫേം ഒന്നുമില്ല. ചിലപ്പോൾ 1 കൊല്ലത്തെ അപ്ഡേറ്റ് ആയിരിക്കും കിട്ടുന്നത്, 2 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, ഒന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ OnePlus Note 2 ഒരു പേടിയെന്ന് വെച്ചാൽ അവരുടെ കളറോയ്സ് ആയി മാറുമെന്നാണ്. ബാക്കി നമുക്ക് പറയാൻ പറ്റും അവരുടെ സോഫ്റ്റ്വെയർ വലിയ പ്രശ്നമൊന്നുമില്ലെന്നാണ്. അപ്പോൾ Poco F3 GTയിൽ നിങ്ങൾക്ക് MIUI ആണ് കിട്ടുന്നത് വിത്ത് Poco ലോഞ്ചർ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് അറിയാവുന്ന സംഭവം തന്നെയാണ്. പക്ഷേ ഇവർ മാറാതിരുന്നാൽ മതിയായിരുന്നു. ഇതൊക്കെ ഉള്ളത് സോഫ്റ്റ്വെയർ ആണ്. അത് Android 11-ലാണ്
ഇപ്പോൾ 2 സ്മാർട്ട് ഫോൺ ഓടുന്ന കുറച്ചുകൂടെ അപ്ഡേറ്റ്സ് OnePlus Note 2 കിട്ടിയേക്കാം. അപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ഉള്ളത് സോഫ്റ്റ്വെയറിനകത്ത്. അപ്പോൾ നെക്സ്റ്റ് 2 സ്മാർട്ട് ഫോൺസിന്റെ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ OnePlus Note 2 നിങ്ങൾക്ക് 4500 mAh ബാറ്ററി ബാക്കപ്പ് ആണ് കിട്ടുന്നത് വിത്ത് 65 വാട്ട് ഫാസ്റ്റ് ചാർജർ ബോക്സിനകത്ത്. പിന്നെ പോക്കോ F3 GT നിങ്ങൾക്ക് 5065 mAh ബാറ്ററി ബാക്കപ്പ് ആണ് കിട്ടുന്നത് വിത്ത് 67 വാട്ട് ഫാസ്റ്റ് ചാർജർ. അപ്പോൾ OnePlus Note 2 കുറച്ചുകൂടെ മുകളിൽ പോകാൻ വേണ്ടി അവർ 67 വാട്ട് ഫാസ്റ്റ് ചാർജർ അവരുടെ ബോക്സിൽ തന്നെ വെച്ചു. എനിക്കൊന്ന് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ രണ്ടും ഏകദേശം സെയിം ഒക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു എല്ലാ കാര്യങ്ങളൊക്കെ ബാറ്ററിക്കകത്ത്. പോക്കോ F3 GT ഒരു ഗെയിമിംഗ് ഫോണാണ്, വലിയ ബാറ്ററി ഒക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. 2 സ്മാർട്ട് ഫോൺ, അത് പോക്കോ F3 GT ബാറ്ററി ആയിരിക്കും കുറച്ചുകൂടെ നേരമൊക്കെ നിൽക്കാൻ പോകുന്നത്. 2 സ്മാർട്ട് ഫോണകത്ത് വയർലെസ് ചാർജിങ്ങും തന്നെ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഫ്ലാഗ്ഷിപ്പ് കില്ലേഴ്സ് പറയാൻ പറ്റും, അല്ലെങ്കിൽ ബഡ്ജറ്റ് അല്ലെങ്കിൽ മിഡ് റേഞ്ച് ഫോണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായതുകൊണ്ടാണ് നിങ്ങൾക്ക് വയർലെസ് ചാർജിങ് ഒന്നും തന്നെ കിട്ടാത്തത്. അപ്പോൾ ഇതൊക്കെ ഉള്ളായിരുന്നു എല്ലാ കാര്യങ്ങളൊക്കെ. പിന്നെ പോക്കോ F3 GT നിങ്ങൾക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കിട്ടുന്നത്. അതേസമയം OnePlus Note നിങ്ങൾക്ക് ഇൻ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്, ഒപ്റ്റിക്കൽ ബേസ്ഡ് ആണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളായിരുന്നു ഫിംഗർ പ്രിന്റ് സ്കാനറിനകത്തൊക്കെ. അപ്പോൾ നെക്സ്റ്റ് 2 സ്മാർട്ട് ഫോൺസിന്റെ പ്രൈസിങ്ങും കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ OnePlus Note 2 ലോഞ്ച് ആയപ്പോൾ നമ്മൾ കണ്ടായിരുന്നു ആ സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗ് ഒക്കെ. നമ്മൾ വിചാരിച്ചു പോക്കോക്കാരുടെ പ്രൈസിംഗ് ആയിരിക്കും പോകുന്നത്, പക്ഷെ പോക്കോക്കാർ ബുദ്ധി ഉപയോഗിച്ച് 1000 രൂപ അവർ കുറച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞുതരാം പ്രൈസിങ് കാര്യങ്ങളൊക്കെ. OnePlus Note 2 128GB 6GB RAM വേരിയന്റ് കിട്ടുന്നത് 28K പറഞ്ഞാൽ 27999 ആണ്. പിന്നെ OnePlus Note 2 128GB 8GB RAM വേരിയന്റ് നിങ്ങൾക്ക് കിട്ടുന്നത് 30,000 രൂപയ്ക്കാണ്, എക്സാക്ട് 30,000 രൂപയ്ക്ക്. പിന്നെ OnePlus Note 2 നിങ്ങൾക്ക് 12GB RAM വേരിയന്റ് 256GB വേരിയന്റ് നിങ്ങൾക്ക് 35,000 രൂപയ്ക്കാണ് കിട്ടുന്നത്. ഞാൻ പറയുന്നത് 30,000 രൂപയ്ക്ക് പോകുന്നതായിരിക്കും ഭേദം. കാരണം എന്ന് വെച്ചാൽ ഇവർ ഞാൻ പറയുന്നത് 2-3 ദിവസം കഴിയുമ്പോൾ ഇവരുടെ ബേസ് വേരിയന്റ് അങ്ങ് എടുത്ത് കളയും, എന്നിട്ട് അവർ പറയാം അത് 2 മാസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഇതുപോലത്തെ ഉടായ്പകൾ OnePlus നേരത്തെ അവരുടെ Note 1 അവർ കാണിച്ചത് ഇതേ സെയിം സംഭവമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കുന്നതായിരിക്കും. 35,000 ഞാൻ പറയുന്നത് പോകാതിരിക്കുന്നതാണ് ഭേദം. 30,000 രൂപയുടെ നല്ല ഓപ്ഷൻ തന്നെ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് പോക്കോ F3 GT പ്രൈസിങ്ങും കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇവരുടെ ബേസ് വേരിയന്റ് പറഞ്ഞ 6GB RAM 128GB വേരിയന്റ് നിങ്ങൾക്ക് 27K കിട്ടുന്നത്. 1000 രൂപ അവർ കുറച്ചു. പിന്നെ ഇവരുടെ 128GB 8GB RAM വേരിയന്റ് നിങ്ങൾക്ക് 29K കിട്ടുന്നത്. പിന്നെ ഇവരുടെ ഹയർ വേരിയന്റ് 256GB 8GB RAM വേരിയന്റ് നിങ്ങൾക്ക് കിട്ടുന്നത് 31,000 രൂപയ്ക്കാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ പ്രൈസിംഗ് ഒക്കെ. OnePlus Note ലോഞ്ച് ആയപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവരുടെ പ്രൈസിംഗ് ആയിരിക്കും നല്ലതെന്ന്, ഇവരുടെ ഫോൺസ് ആയിരിക്കും കൂടുതൽ വിറ്റ് വന്നത്. പക്ഷെ പോക്കോക്കാർ ബുദ്ധി വെച്ച് 1000 രൂപ കുറച്ച് ഫോണൊക്കെ ഇറക്കി. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്ന പ്രൈസിങ്ങും കാര്യങ്ങളാണ്. ഈ 2 സ്മാർട്ട് ഫോൺസിന്റെ കൺക്ലൂഷനും കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ OnePlus Note ഒരു ഓൾറൗണ്ടർ ഫോണാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണം, ചെറുതായിട്ട് ഗെയിമിംഗ് ഒക്കെ ചെയ്യണം, ക്യാമറാസ് യൂസ് ചെയ്യണം. ആ സമയത്ത് OnePlus Note ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. അതിന്റെ ബാറ്ററി ബാക്കപ്പും കുഴപ്പമൊന്നുമില്ല, സോഫ്റ്റ്വെയർ നമുക്ക് പറയാൻ വേണ്ടി കുഴപ്പമില്ല, പക്ഷെ കളർ വോയ്സ് ആവാതിരുന്നാൽ മതിയായിരുന്നു, അതേ ഉള്ളൂ ഒരു റിക്വസ്റ്റ്. പിന്നെ പോക്കോ F3 GT ഒരു ഗെയിമിങ്ങിന് വേണ്ടി ഒരു ഡിവൈസ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഗെയിമിംഗ് ചെയ്യണം, വില കുറഞ്ഞ ഫോണും കൂടെയാണ്. ആ വിലക്ക് നിങ്ങൾ നോക്കുക, ഒരു ഗെയിമിംഗ് ഫോൺ, മിനി ഗെയിമിംഗ് ഫോൺ എന്ന് വിളിക്കാൻ പറ്റും. അതിനകത്ത് നല്ല ട്രിഗേഴ്സ്, സെറ്റപ്പ്, കൂളിംഗ് സിസ്റ്റം എല്ലാം തന്നെ ഉണ്ട്. ആ കേസിൽ ഞാൻ പറയുന്നത് പോക്കോ F3 GT ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും ഗെയിമിങ്ങിന് വേണ്ടി മാത്രം പോവുകയാണെങ്കിൽ. ബാക്കി എല്ലാത്തിലും ഞാൻ പറയുന്നത് OnePlus Note ഒരു നല്ല ഓപ്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ വീഡിയോ ഒക്കെ ഞാൻ എല്ലാം പറഞ്ഞതിലുണ്ട് ഈ 2 സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.